നിർത്തൂ. നിങ്ങളുടെ ജീവിതം മാറാത്തതിന്റെ കാരണം മടിയല്ല. കാരണം നിങ്ങൾ മടിയനായിരുന്നു എങ്കിൽ ഈ വീഡിയോ പോലും നിങ്ങൾ കാണില്ലായിരുന്നു. യഥാർത്ഥ പ്രശ്നം മറ്റൊന്നാണ്. നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ ബിസിയാണ്. പക്ഷെ പ്രോഗ്രസ് ഇല്ല. ദിവസങ്ങൾ പോകുന്നു, മാസങ്ങൾ പോകുന്നു, വർഷങ്ങൾ പോലും പോകുന്നു. പക്ഷെ ജീവിതം അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് പോലെ തോന്നുന്നു. അടുത്ത 5 മിനിറ്റിൽ എന്തുകൊണ്ടാണ് മിക്ക ആളുകളും കഠിനമായി പരിശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാത്തതെന്ന്, അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് കൂടുതൽ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു തെറ്റ് തിരിച്ചറിയുക മാത്രമാണ്. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ തിരക്കിലാണ് പക്ഷെ മുന്നോട്ട് പോകുന്നില്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ? കഴിഞ്ഞ ഒരു വർഷം ഓർത്തൊന്ന് നോക്കൂ. നിങ്ങൾ തിരക്കിലായിരുന്നോ? തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജോലി ഉണ്ടായിരുന്നു, പഠനമുണ്ടായിരുന്നു, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ചോദ്യം, ഒരു വർഷം മുമ്പുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ എത്ര മുന്നോട്ട് വന്നു? ഈ ചോദ്യം പലരെയും അസ്വസ്ഥരാക്കും. കാരണം നമ്മൾ പലപ്പോഴും ഒരു വലിയ തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നു. തിരക്ക് എന്ന്, പക്ഷെ അത് സത്യമല്ല. ഒരു ഉദാഹരണം, നിങ്ങൾ ഒരു കാർ ഓടിക്കുകയാണെന്ന് കരുതൂ. കാർ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു. എൻജിൻ ശക്തമാണ്, ഇന്ധനമുണ്ട്, ഓടിക്കുന്ന ആളും ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അത് തെറ്റായ റോഡിലാണ് പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ വേഗത്തിൽ പോകും, പക്ഷെ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. ജീവിതത്തിൽ പലരും ഇങ്ങനെയാണ്. പ്രശ്നം അവർ കഷ്ടപ്പെടുന്നില്ല എന്നതല്ല, പ്രശ്നം അവർ ശരിയായ ദിശയിലാണോ പോകുന്നത് എന്നതാണ്. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന യഥാർത്ഥ കാരണം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ ഞാൻ എന്താണ് തെറ്റ് ചെയ്യുന്നത്? ഉത്തരം ലളിതമാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നു. ഒരു പ്രശ്നം വന്നാൽ മിക്ക ആളുകളും അവിടെ തന്നെ കുടുങ്ങും. എന്തുകൊണ്ട് എനിക്ക് മാത്രം? എന്തുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ? എന്തുകൊണ്ട് ഞാൻ പിന്നിലാണ്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ വിജയിക്കുന്ന ആളുകൾ ഒരു വ്യത്യസ്ത ചോദ്യം ചോദിക്കും, ഇനി അടുത്തതായി ഞാൻ എന്ത് ചെയ്യണം? ചെറിയൊരു കഥ പറയാം. 2 ആളുകൾ ഒരേ കുഴിയിൽ വീണു. ആദ്യത്തെ ആൾ ദിവസം മുഴുവൻ കുഴിയെ കുറ്റപ്പെടുത്തി. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? ആരാണ് കാരണം? എന്റെ ഭാഗ്യം മോശമാണ്, അവൻ പരാതിപ്പെട്ടുകൊണ്ടിരുന്നു. രണ്ടാമത്തെ ആള് വേറൊന്ന് ചെയ്തു. അവൻ പുറത്തു കടക്കാനുള്ള വഴി അന്വേഷിച്ചു. വൈകുന്നേരമായപ്പോൾ ആദ്യത്തെ ആൾ ഇപ്പോഴും കുഴിയിലായിരുന്നു, രണ്ടാമത്തെ ആൾ പുറത്തായിരുന്നു. പ്രശ്നം 2 പേർക്കും ഒരുപോലെ ആയിരുന്നു, പക്ഷെ ശ്രദ്ധ കൊടുത്ത സ്ഥലം വ്യത്യസ്തമായിരുന്നു. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങളെ തടയുന്ന അദൃശ്യ കെയർ. പക്ഷെ ഇതിലും വലിയ ഒരു പ്രശ്നമുണ്ട്, അത് നിങ്ങളുടെ മനസ്സിനുള്ളിലാണ്. ഒരു ആനയുടെ കഥ റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ആനക്കുഞ്ഞിനെ ചെറുതാകുമ്പോൾ ഒരു കയറിൽ കെട്ടിയിട്ടു. അത് പലതവണ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും പക്ഷെ കഴിഞ്ഞില്ല. അവസാനം അതൊരു കാര്യം വിശ്വസിക്കും, എനിക്ക് കഴിയില്ല. വർഷങ്ങൾക്ക് ശേഷം അത് വലിയ ആനയാകും. ആ കയർ ഒരു നിമിഷം കൊണ്ട് പൊട്ടിക്കാൻ അതിന് കഴിയും, പക്ഷെ അത് ശ്രമിക്കില്ല. കാരണം അതിനെ തടയുന്നത് കയറല്ല, അതിന്റെ വിശ്വാസമാണ്. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ കയർ എന്താണ്? ഒരു പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് പണമില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് വയസ്സായി, എനിക്ക് ഭാഗ്യമില്ല. ഇവയിൽ എത്ര എണ്ണം യഥാർത്ഥ സത്യമാണ്? എത്രയെണ്ണം നിങ്ങൾ വർഷങ്ങളായി വിശ്വസിക്കുന്ന ഒരു കഥയാണ്? കാരണം പലപ്പോഴും നമ്മെ തടയുന്നത് യാഥാർത്ഥ്യമല്ല, നമ്മൾ വിശ്വസിക്കുന്ന പരിധികളാണ്. അടുത്ത പോയിന്റ്, ജീവിതം മാറ്റുന്ന ചെറിയ രഹസ്യം. ഇപ്പോൾ ഒരു സത്യം പറയാം, ജീവിതം മാറ്റുന്ന വലിയ തീരുമാനങ്ങൾ കൊണ്ടല്ല, ചെറിയ തീരുമാനങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ടാണ്. വെള്ളത്തുള്ളിയുടെ ഉദാഹരണം കൂടി പറയാം. ഒരു വെള്ളത്തുള്ളിക്ക് ഒരു കല്ല് തകർക്കാൻ കഴിയില്ല, 10 തുള്ളിക്കും കഴിയില്ല, 100 തുള്ളിക്കും കഴിയില്ല. പക്ഷെ വർഷങ്ങളോളം അതേ സ്ഥലത്ത് വീണാൽ കല്ലിൽ പോലും ഒരു ദ്വാരമുണ്ടാകും. ശക്തി വെള്ളത്തിനല്ല, സ്ഥിരതയിലാണ്. ഒരു ദിവസം 10 പേജ് വായിക്കുന്നത്, ഒരു ദിവസം 20 മിനിറ്റ് പഠിക്കുന്നത്, ഒരു ദിവസം ഒരു ചെറിയ ചുവട് മുന്നോട്ട് വെക്കുന്നത്, ഇവ ചെറുതാണെന്ന് തോന്നും, പക്ഷെ മാസങ്ങൾ കഴിഞ്ഞാൽ, വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവയാണ് ജീവിതം മാറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ
ഇന്ന് നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയ കാര്യം എന്താണ്? നിങ്ങളുടെ പ്രശ്നം മടിയല്ല, നിങ്ങളുടെ പ്രശ്നം കഴിവില്ലായ്മയുമല്ല. പലപ്പോഴും നിങ്ങളുടെ പ്രശ്നം തെറ്റായ ദിശയിൽ ഓടുന്നതാണ്. കൂടുതൽ വേഗതയല്ല നിങ്ങൾക്ക് വേണ്ടത്, കൂടുതൽ വ്യക്തതയാണ്. കൂടുതൽ പരിശ്രമമല്ല നിങ്ങൾക്ക് വേണ്ടത്, ശരിയായ ദിശയിലാണ് പരിശ്രമം വേണ്ടത്. അതുകൊണ്ട് ഈ വീഡിയോ കഴിഞ്ഞ ഉടൻ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം തീരുമാനിക്കൂ. നാളെയല്ല, അടുത്ത ആഴ്ചയല്ല, ഇപ്പോൾ. കാരണം വലിയ വിജയങ്ങൾ വലിയ തുടക്കങ്ങളിൽ നിന്നല്ല വരുന്നത്. ഒരുപക്ഷെ ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ ഈ ദിവസം ഓർക്കും. കാരണം നിങ്ങൾ ജീവിതം മാറ്റാൻ തുടങ്ങിയ ദിവസം ഇന്നായിരിക്കാം. കമന്റിൽ ഒരു വാക്ക് മാത്രം എഴുതൂ, ഞാൻ തുടങ്ങുന്നു. ഒരു ഹാർട്ട് കമന്റ് ചെയ്യും.